Digimon rocks. TNT rocks. A Digimon rocks. A TNT rocks. ഹായ്, കൊള്ളാലോ പരിപാടി. എനിക്കും വലുതായ ഇതുപോലെ ഒരു പെയിന്റ് അടിക്കാരനാവണം. ചന്ദ്രൻ ചേട്ടൻ എന്തെടുക്കുക? മണ്ണപ്പം ചുട്ട് കളിക്കുക. ആഹാ, ഞാൻ കരുതി കുഴി എണ്ണി കളിക്കാന്ന്. കണ്ടാൽ അറിഞ്ഞൂടെ പെയിന്റ് അടിക്കുകയാണെന്ന്. അതെ, ചേട്ടൻ പെയിന്റ് അടിക്കാരനാണെന്ന് കരുതി ഇത്രയും അഹങ്കാരം പാടില്ല കേട്ടോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചേട്ടാ, എനിക്കും വലുതായ ഒരു നല്ല പെയിന്റ് അടിക്കാരനാവാനാ ഇഷ്ടം. എന്നെ പഠിപ്പിച്ചു തരാമോ? എന്നിട്ട് വേണം നിന്റെ അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. കുഴപ്പമാവൂടാ. ഒരു കുഴപ്പം വരില്ല. അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാനും കേൾക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. അല്ലെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ചേട്ടാ? ശരി, എന്നാ നീയും കൂടിക്കോ. എടാ ടിൻഡു, ആദ്യം പുട്ടി അടിക്കണം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി. അതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒറ്റ ഇരിപ്പിന് 2 കുറ്റി പുട്ട് വരെ വെള്ളം കൂട്ടാതെ തട്ടുന്നവനാ ഞാൻ. എടാ കാന്താരി, പുട്ടടിക്കുന്ന കാര്യമല്ല, പുട്ടി അടിക്കുന്ന കാര്യമാ പറഞ്ഞത്. ചുമരിന് പുട്ടി അടിക്കണം. അതെന്തിനാ ചേട്ടാ ചുമരിന് പുട്ടി? എടാ എന്നാലേ ചുമരിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവൂ. അതെ, പുട്ടി അടിക്കാനൊന്നും എനിക്ക് വയ്യ. പുട്ടി അടിക്കാരനാവാനല്ല, പെയിന്റ് അടിക്കാരനാവാനാ ഞാൻ വന്നത്. നിന്നെ ഈ പണിക്ക് കൊള്ളില്ല, വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ പറയരുത് ചേട്ടാ, പ്ലീസ്. ചേട്ടൻ കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ലു വരെ കൊണ്ടുപോകാനാ ഞാൻ കാരണം നിനക്ക് തല്ലുകൊണ്ടോ? അതെങ്ങനെ? സത്യമാ, ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് എന്തുകൊണ്ടാണെന്ന്. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണെന്ന് ദീപു പറഞ്ഞു. അവന് വെരി ഗുഡ് കിട്ടി. ഞാൻ ശരി ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് തല്ലും കിട്ടി. നീ എന്താ ഉത്തരം പറഞ്ഞത്? പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ഞാൻ സത്യമായിട്ടും ശരി ഉത്തരാ പറഞ്ഞത്. എന്നിട്ടും ആ മാലതി ടീച്ചറിന്റെ ചന്തിക്കിട്ട് തല്ലി. നീ ഉത്തരം പറയൂ, കേൾക്കട്ടെ. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ചന്ദ്രൻ പെയിന്റിന്റെ പണിക്ക് പോകുന്നത് കൊണ്ടാണെന്നാ ഞാൻ ഉത്തരം പറഞ്ഞത്. Digimon rocks. Digimon rocks. TNT rocks. A Digimon rocks. A TNT rocks. ബോറടിച്ച് ചാകുന്ന ലോകത്തെ ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഈ ബോറടി മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യാ? യെസ്, കിട്ടിപ്പോയി. തൽക്കാലം ബോറടി മാറ്റാൻ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ആലോചിക്കാം എന്തു ചെയ്യണമെന്ന്. കഴിക്കാൻ ദോശ, പുട്ട്, ഇഡ്ഡലി, അപ്പം. സാർ എന്താ വേണ്ടത്? എനിക്ക് കഴിക്കാൻ ദോശ മതി, പിന്നെ സാമ്പാറും ചമ്മന്തി. പിന്നെ ഒരു കാര്യം, ദോശ നന്നായി മൊരിഞ്ഞിരിക്കണം. ഡാൽഡ പാടില്ല, ഒറിജിനൽ പശു നെയ്യ് തന്നെ ഒഴിക്കണം. പിന്നെ നല്ല ചൂടുണ്ടാവണം. പിന്നെ സാമ്പാറിന്റെ കാര്യം, എനിക്ക് വഴുതനയും വെണ്ടയ്ക്കും ഇഷ്ടമല്ല. പകരം മുരിങ്ങക്കായും ക്യാരറ്റും മതി. മുരിങ്ങക്കായ 3 സെന്റിമീറ്റർ നീളത്തിലുള്ള 3 മതി. ക്യാരറ്റ് 2 സെന്റിമീറ്റർ നീളേ പാടുള്ളൂ. പരിപ്പ് നന്നായി വെന്തിരിക്കണം. കായം കുറച്ച് മതി. പിന്നെ ചമ്മന്തി ആണെങ്കിൽ നല്ല ഇളയ തേങ്ങയുടേതാവണം. ഉപ്പ് പാകത്തിനേ പാടുള്ളൂ കേട്ടോ. എരിവ് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. ദോശ, സാമ്പാർ, ചമ്മന്തി. എടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? അതുപോലെ ഒരു സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും വിളിച്ചു പറ. മോനെ, ഈ പറഞ്ഞ പോലുള്ള സാമ്പാർ ഉണ്ടാക്കാൻ 5 രൂപ അധികമാവും. അതെന്തിനാടോ 5 രൂപ അധികം? അതെ, ഈ 3 സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായും 2 സെന്റിമീറ്റർ ഉള്ള ക്യാരറ്റും ഒക്കെ മുറിക്കണമെങ്കിൽ ഒരു സ്കെയിൽ കൂടി വാങ്ങേണ്ടി വരും. അതിനാ 5 രൂപ. സ്കെയില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെയുള്ള സാമ്പാറും ദോശയും കൊണ്ടുപോവാ. സാറിന് എന്താ വേണ്ടത്? ബീഫ് ബിരിയാണി. ഓക്കെ സാർ. അല്ല, ഞമ്മക്ക് മുരിങ്ങാക്കായും സാമ്പാറും ഒന്നും ശരിയാവൂലെന്ന്. ഞമ്മക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ച് വലിച്ച് പറിച്ച് തിന്നണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? മിണ്ടാണ്ട് കുത്തിരിയടാ. ഇനി പറ,
മോൻ എന്താ പറയാൻ വന്ന്? ഇക്കാന്റെ ബിരിയാണിയില് ഒരു ഈച്ചയുണ്ടെന്നാ പറയാൻ വന്നത്. അല്ലാ, എന്നിട്ട് ഇപ്പോഴാണ് പഹയാ പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഛർദിച്ചാലോ? അല്ലോ വേണ്ട, ഛർദിച്ചാൽ 50 ഉറുപ്പ്യ വെറുതെ പോവും. ഇക്ക ടെൻഷൻ അടിക്കണ്ട, ഒരു ഈച്ചയല്ലേ ഇക്ക തിന്നുള്ളൂ. ഒന്നുകൂടെ ദാ ഈ പ്ലേറ്റിലുണ്ട്. എവിടെ പോയി വെയിറ്റർ? ഓന്റെ മയ്യത്തുനിന്ന് നമ്മൾ എടുക്കൂ. ആഹാ, ഈച്ചാൻ ഇട്ടിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്റെ ഇക്ക പ്ലേറ്റിൽ ഒരു പോത്ത് ചത്ത് കിടന്നേ ഇക്ക തിന്നു. അതിന്റെ അടുത്തൊരു ഈച്ച ചത്ത് കിടക്കുന്നത് എന്താ ഇത്ര കുഴപ്പം? പോത്തിന്റെ പുറത്ത് ഈച്ച ഉണ്ടാവില്ലേ? Digimon